അല്ലാ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ തോളൂരിലെ സഹോദര, അങ്ങനെ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോളെല്ലാം മുറിച്ചു മാറ്റുമ്പോ നമ്മളെ ഭൂമിക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് അനുഭവത്തിലൂടെ ചിന്തിച്ചെടുത്തോ, അനുഭവിക്കുന്നതായി സങ്കല്പിച്ചോ. ശരിക്കും അതിന്റെ ഭയവിക്കുലത മനസ്സിൽ വരട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കാനാണല്ല ഖുർആനിലൂടെ പഠിപ്പിച്ചതെങ്കിൽ ഇത് തന്നെ മതി അള്ളാഹുവിലേക്ക് നമ്മെ മടക്കാൻ. യൗമ തകൂനു السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما. വിശുദ്ധ ഖുർആൻ ലോകത്തെ പഠിപ്പിച്ചു നബിയേ, ഒരു രക്ഷയുമില്ല നബിയേ. അന്തിമ കാഹളത്തിലൊന്ന് ഊതി കഴിയുമ്പോ അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോള് മുറിച്ചു കഴിഞ്ഞാൽ ഈ ആകാശത്തിന്റെ ഗതി അറിയുമോ നബിയേ? യൗമ തകൂനു السماء كالمهل. ഇത് ഉരുകാൻ തുടങ്ങും നബിയേ, ഇത് പൊട്ടാൻ തുടങ്ങും നബിയേ. ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഭൂമിയിലാണ് കല്ലുകളെന്ന് ഖുർആൻ ആലങ്കാരികമായി വിശേഷിപ്പിച്ച ഭൂമിയിലെ പർവ്വതങ്ങൾ പോലും അടിക്കല്ലുകൾ പോലും പൊട്ടിച്ചിതറിക്കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് നിർദാക്ഷിണ്യം ഉയർന്നു പൊങ്ങും നബിയേ. എന്നിട്ട് പഞ്ഞിക്കട്ടകൾ പോലെ അന്തരീക്ഷത്തിലൂടെ പറപറക്കും നബിയേ. എന്റെ തോളൂരുകാരെ, അന്തരീക്ഷത്തിലൂടെ എവറസ്റ്റ് കൊടുമുടി പോലും പറപറക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ നമ്മുടെ ഗതി എന്തായിരിക്കും? നമ്മളെ തോളൂരിന്റെ ഗതി എന്തായിരിക്കും? നമ്മുടെ ഭൂമിയുടെ ഗതി എന്തായിരിക്കും? വലാ യുസ്അലു ഹമീമുൻ ഹമീമാ. അങ്ങനെ ഭൂമി തകർത്തെറിയപ്പെടുമ്പോ, ആകാശം വിസ്ഫോടനാത്മക ശബ്ദത്തോടെ വിണ്ട് വെണ്ണീറായി കൊണ്ടിരിക്കുമ്പോ മനുഷ്യൻ പെടപെടാ തകർന്നു പോകും. ഒരാളും മറ്റൊരാളോട് പുഞ്ചിരിക്കില്ല, ഒരാളും മറ്റൊരാളോട് സലാം പറയില്ല. ഇദശംസു കുവ്വിറത് വൈദൻ നുജൂമുൻ ഖദറത് വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇസാറു ഉഖ്ലത് വൈദൽ വുഹൂശു ഹുസിറത് വൈദൽ ബിഹാറു സുജ്ജിറത്. ഇദശംസു കുവ്വിറത. ഇന്ന് 370 കോടി താപം കൊണ്ട് അനുഗ്രഹീതമായ ബാലാർഘനുണ്ടല്ലോ. ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കേട്ടോ. അത് നേരെ കെട്ടടങ്ങിക്കൊണ്ട് നൂലുപൊട്ടിയ പട്ടം പോലെ തോളൂരുകാരുടെ മുകളിലേക്ക് വന്ന് പതിക്കുന്നു. അല്ലാ അല്ലാ. വൈദന്നുജൂമുൻ ഖദറത. 14-ാം രാവിലെ സുന്ദരമായ ആകാശത്തിലുള്ള അമ്പിളിമാമനാകുന്ന പൂനിലാവ് കെട്ടടങ്ങും നബിയേ. ഒരു വിളക്കടങ്ങുന്ന ലാഘവത്തോടുകൂടി നമ്മൾ അതിനെ കെടുത്തിക്കളയും നബിയേ. അത് ഭൂമി ഒന്നിലേക്ക് അനിയന്ത്രിതമായി നിപതിക്കും റസൂലുള്ളാഹ്. ആകാശലോകത്തെ നിയോൺ ബൾബുകളെ ഒരു പച്ച പരവതാനിക്ക് അല്ലെങ്കിൽ ഒരു പന്തലിൽ ഘടിപ്പിക്കപ്പെട്ടതുപോലെ ആകാശലോകത്തിന് ഹാരിതമായി മനോഹാരിതമായി വർണ്ണശബളമായി അല്ലാഹു തആല ഘടിപ്പിച്ച ഈ താരകക്കൂട്ടങ്ങളുണ്ടല്ലോ, അത് മുഴുവനും കെട്ടടങ്ങി ഭൂമി മണ്ണിലേക്ക് അതപ്പതിക്കും നബിയെ, പതിക്കും റസൂലുള്ളാഹ്. വൈദൽ ജിബാലു സുയ്യിറത. പർവ്വതങ്ങളൊക്കെ ഒഴുകി നടക്കും നബിയെ. വൈദൽ ഇസാറു ഉഖ്ലത. അങ്ങനെ ഭൂമിയും ആകാശവും മത്സരിച്ച് തകർക്കപ്പെടുമ്പോ റോൾസ് റോയ്സിനെ സ്വപ്നം കാണാൻ തോളൂരിന്റെ പൊന്നുമോനെ നിനക്ക് സാധിക്കില്ല. ഹമ്മറുകളെ ആഗ്രഹിക്കാൻ പൊന്നുമോനെ നിനക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ വില കൂടിയ ഒന്നിനെയും മോഹിക്കാൻ നിനക്ക് കഴിയില്ല പൊന്നുമോനെ. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ തോളൂരിലെ ഉമ്മ, ലോകത്തിന്റെ തകർച്ച തിരിച്ചറിഞ്ഞോ? ഈ റബ്ബിന്റെ മുമ്പിലേക്കാണ് ഞാനും നീയും കടന്നു പോകേണ്ടത്. വൈദൽ ഇസാറ ഉഖ്ലത. നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ ആഭരണങ്ങൾ ഉണ്ടല്ലോ, ഈ ആഭരണങ്ങളെ വലിച്ചെറിയും പെങ്ങളെ. ഒരഴുക്ക് പറ്റിയ തുണി വലിച്ചെറിയുന്ന ലാഘവത്തോടുകൂടി വൈദൽ വിഹൂശു ഹുസ്റത. കാട്ടിന്റെ ഉള്ളറകളിൽ മനുഷ്യ രക്തത്തിന് വേണ്ടി ദാഹിച്ച് ജീവിക്കുന്ന ഹിംസ്ര ജന്തുക്കൾ പോലും പേടിച്ചരണ്ട്
എന്നിട്ട് അഭയത്തിന് വേണ്ടി തോളൂരിലേക്ക് ഒഴുകി വരുന്നു. മനുഷ്യർക്കിടയിലേക്ക് പറന്നു വരുന്നു. അവരോടി വന്നിട്ട് പൂച്ചക്കുട്ടികളെ പോലെ, വളർത്തപ്പെടുന്ന ആട്ടിൻകുട്ടികളെ പോലെ നമുക്കിടയിലേക്ക് ചുറ്റിമാറുമെന്ന് പഠിപ്പിച്ചത് അല്ലയാണ്. അതിന് മാത്രം പേടിച്ചരണ്ടിട്ട വൈദൽ വിഹാറു സുജ്റത ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്തുർ റാഫിയ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅൻ മുംബസ്സാ. സംഭവിക്കുമോ? സംശയിക്കണ്ട. ഇദാ വഖഅത്തിൽ വാഖിയ, സംഭവിക്കുക തന്നെ ചെയ്യും. ലൈസ ലിവഖഅതിഹാ കാദിബ, ഒരാളും അതിൽ സംശയിക്കണ്ട. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം തന്നെ ശ്രദ്ധിക്ക പ്രിയപ്പെട്ടവരെ. കിടിലമാക്കി തകർത്തെറിയും ഈ ഭൂമികയെ, കൽച്ചീലുകളായി വലിച്ചെറിയും ഇവിടത്തെ ഭൂമികയെ. ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങൾ പൊടിതമരാക്കി ഇടിച്ചു പൊടിച്ചു കളയും നമ്മൾ. അതേ ക്രഷറുകളിൽ പാറക്കട്ടകൾ ഏത് പ്രകാരം ഇടിച്ചുടയ്ക്കുമോ അതേപോലെ പാറകളെ, അതേപോലെ ഭൂമികയെ, അതേപോലെ പർവ്വതങ്ങളെ തകർത്തെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇദാ സുൽസിലത്തിൽ അർളു സുൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അങ്ങനെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറുമ്പോ ജിന്നുവർഗം തോളൂരുകാരോട് പറയുന്നു, മക്കളെ, ഭൂമിയിൽ ഇനി രക്ഷയില്ല, ഞങ്ങൾ ഇതുവരെ ഭൂമിക്ക് തകർച്ച കണ്ടിട്ടില്ല, അതുകൊണ്ട് വരൂ, സമുദ്രത്തിലേക്ക് നമുക്ക് അഭയം തേടാ. പക്ഷേ പറക്കാൻ കഴിയില്ലാത്ത പാവപ്പെട്ട തോളൂരുകാര് നമ്മളെ വിളിച്ചു പറയുന്നു, ഇല്ലില്ല, ഞങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ല. ഉടനെ അല്ല തന്നെ പറയുന്ന വാചകങ്ങളാ പ്രിയപ്പെട്ടവരെ. ഉടനെ നമ്മളോട് സലാം പറഞ്ഞുകൊണ്ട് ജിന്നുവർഗം പറക്കുന്നു സമുദ്രത്തിലേക്ക്, കടലിന്റെ ഉള്ളറയിലേക്ക് രക്ഷയ്ക്ക് വേണ്ടി. പക്ഷേ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന നബിയേ, ഈ ആകാശത്തിന്റെ കൺട്രോള് നമ്മളെ തകർത്ത് കളഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോള് തകർത്ത് കളഞ്ഞാൽ ഏത് സമുദ്രമാണ് ഇവർക്ക് അഭയം നൽകുക നബിയേ? ഒരു സമുദ്രവും അഭയത്തിനില്ല പ്രിയപ്പെട്ടവരെ. വൈദൽ ബിഹാറു സുജ്റത, ഇവര് സമുദ്രത്തിലെത്തുമ്പോ സമുദ്രം മുഴുവനും കത്തി അമരുകയാണ്. അതോ പെട്രോൾ ടാങ്കറുകൾക്ക് തീ പകർത്തപ്പെട്ടതുപോലെ, ഡീസൽ ടാങ്കുകൾ പൊട്ടിയമരുന്ന ടാങ്കറുകൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ ഭൂമിയിലെ 75% ജലസ്രോതസ്സുകൾ കൊണ്ട് അനുഗ്രഹീതമാണെങ്കിൽ ഈ സമുദ്രം മുഴുവനും കത്തി അമരുന്നു. അവിടെയും രക്ഷയില്ലാതെ ജിന്നുവർഗം ആകാശ ലോകത്തേക്ക് പറക്കുന്നു. ഏതാകാശമാണ് അഭയം നൽകുക പ്രിയപ്പെട്ടവരെ? ആകാശത്തിന്റെ ഗതി അറിയണോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കട്ടെ. യൗമ തറൗനഹാ تذهل كل مرضعة عما أرضعت وتضع ذات حمل حملها يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ഇവരെ അഭയം തേടി പോകുന്ന ആകാശത്തിന്റെ ഗതി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നബിയേ, യൗമ നത്വിസ് സമാ, അന്നേ ദിവസം ആകാശത്തെ നമ്മൾ ചുരുട്ടി എറിയും നബിയേ, ആകാശത്തെ നമ്മൾ ചുരുട്ടിക്കളയും നബിയേ. ഏതുപോലെയാ ചുരുട്ടലെന്നറിയുമോ? എന്ത് ലാഘവത്തോടെയാ അല്ല പറയുന്നതെന്നറിയുമോ? യൗമ നത്വിസ് സമാ, ആകാശത്തെ നമ്മൾ ചുരുട്ടിക്കളയും നബിയേ. എങ്ങനാ ചുരുട്ടുന്നത്? ഒരു പുസ്തകത്തിന്റെ പേപ്പർ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഏത് പ്രകാരം ചുരുട്ടി മാറ്റുമോ, ഇതേ ലാഘവത്തോടുകൂടി ഈ ആകാശം മുഴുവനും നമ്മൾ ചുരുട്ടിയെടുക്കും നബിയേ. അൽമാലു വൽ ബനൂൻ